അപ്പോൾ നമുക്കിന്ന് റാണി എന്താണ് സ്പെഷ്യല്? ലിവർ. അപ്പോൾ എല്ലാവരും ലിവറൊക്കെ വയ്ക്കും. പക്ഷെ നമ്മൾ വെക്കുന്ന രീതി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പീസാക്കി ഇട്ടാൽ തന്നെ നമ്മളിന്നേ 1.5 കിലോ ലിവറാണ് മേടിച്ചത്. ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഒക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം പോയിക്കോട്ടെ, വെള്ളം വേണ്ട, വെള്ളം ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ 1.5 കിലോ ലിവർ നമുക്കിനി ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് വേവിക്കും അല്ലേ? അത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഒരു 3 വിസിൽ മതി അല്ലേ? നമ്മൾ കുറച്ച് നെയ്യ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂട്ടി നമ്മൾ വേവിക്കും അല്ലേ? ഒരു 3 വിസിൽ. വെള്ളം വെക്കണ്ട, വേവിക്കണം. നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ എടുക്കാൻ വേവട്ടെ. അപ്പോൾ ഇത് വേവട്ടിരുന്നിട്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് ഒക്കെ റെഡിയാക്കാനല്ലേ? നമ്മളൊരു 10-20 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക് ഇത് നമ്മൾ ചാച്ചെടുക്കും. നമുക്ക് ചാച്ചെടുക്കാം. അപ്പോൾ ലിവർ നമ്മളെ 4 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓഫാക്കാം. ലിവർ നല്ല നമ്മളൊരു 4 സവാള, നമ്മളെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ചാച്ച വെച്ചിട്ടുണ്ട്. പുറത്ത് അടുപ്പിൽ ഉരുളിയിലാണ് വയ്ക്കാൻ പോണത്. ബാക്കി പരിപാടി പുറത്ത് അടുപ്പിൽ ഉരുളിയിൽ. ഉരുളി ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. മതിയല്ലേ വെളിച്ചെണ്ണ? പിന്നെ വെളിച്ചെണ്ണക്ക് വില കൂടുതലാ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. 1 ടീസ്പൂൺ പെരുംജീരകം ചായച്ചത്, ഇനി നമുക്ക് ഒരു 5-6 പച്ചമുളക് ചായച്ചത്, 10-20 വെളുത്തുള്ളി, കഷ്ണം വലിയ ഇഞ്ചി. എണ്ണയിൽ ഇത് വാടി പച്ചമണം പോട്ടെ. നമ്മളിതൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ വാടി നമുക്ക് ഇനി ഒരു 4 സവാള അരിഞ്ഞത്, കുറച്ച് വേപ്പിട്ട് നമുക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ലിവർ വേവിച്ചപ്പെട്ടിട്ടുണ്ട്. ഉപ്പും ഇതാണ് നമ്മുടെ ലിവർ റോസ്റ്റ്. നമുക്ക് തക്കാളി കൊടുക്കാം. ഒരു തക്കാളി, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പച്ചമണം പോട്ടെ.
മല്ലിപ്പൊടിയും മുളകുപൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ലിവർ വേവിച്ചത് ചെറിയ തീ കിടന്നിട്ട് ഈ ചാറൊന്ന് വറ്റി മസാലക്കൊന്ന് ലിവറിൽ പിടിക്കട്ടെ. മാറ്റണ്ടല്ലേ. നമുക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ലിവറിന് കുരുമുളക് പൊടി വേണമല്ലോ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ശേഷം പേപ്പറിട്ട് നമുക്കത് ഒന്നുകൂടി ഗ്രേവി ആക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ഉണ്ട്. സൂപ്പർ സാധനം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി നോക്കാം അല്ലേ. നമ്മൾ കാണിച്ച് അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ഉണ്ട്. നല്ല സൂപ്പർ സാധനം. ഇപ്പം ഇതുപോലെ വെക്കാത്ത ആൾക്കാർ വെച്ച് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.